എഫിന്റെ മെമ്പർമാരെ കൂടെ കൂട്ടിക്കൊണ്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചില സമരമുഖത്താണെങ്കിലും ഇവരെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് രാഹുലിന്റെ മുന്നേറ്റങ്ങൾക്ക് നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ രാഹുൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ ഇവരെ തന്നിലേക്ക് അടുപ്പിക്കുവാനുള്ള പരിശ്രമങ്ങളും നടത്തി വരുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇപ്പൊ പ്രമീള ശശിധരനും അതുപോലെ പ്രിയ ജയനും ഒക്കെ ഇത്തരത്തിൽ സീറ്റ് നിഷേധിക്കപ്പെട്ടത്, അവരെ ബി.ജെ.പി സ്ഥാനാർത്ഥിയാക്കാതെ ഇരുന്നതും ഒക്കെ ഇതിന്റെ ഒരു ഭാഗമാണ്. രാഹുലുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ഇവരൊക്കെ തയ്യാറായി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെയുള്ളവരെ പാർട്ടിയിലേക്ക് എത്തിക്കാൻ ഇത്തരത്തിൽ അസന്തുഷ്ടരായിട്ടുള്ള ബി.ജെ.പിയുമായി വലിയ പോരാട്ടത്തിലുള്ള തമ്മിലടി നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മുതലെടുത്തുകൊണ്ട് ഇവരെ പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് കരുത്തു പകരണം, രാഹുൽ പിന്തുണ അർപ്പിക്കണം, രാഹുലിന് ബലം നൽകണം, രാഹുലിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത നൽകണം എന്നുള്ള അത്തരത്തിലുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ശ്രീകണ്ഠനെ തേടിയെത്തിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ അത് പാലക്കാട് ജില്ലയിൽ, പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പാർട്ടിയെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ സഹായിക്കുമെന്നുള്ള കരുതൽ കണക്കുകൂട്ടലുകൾ തന്നെയാണ് പാർട്ടി നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് ഔദ്യോഗിക പരിപാടികളിലൊന്നും അല്ലെങ്കിൽ ഔദ്യോഗികമായ ചർച്ചകളിലൊന്നും രാഹുലിനെ പങ്കെടുക്കുന്നുമില്ല എന്ന് കരുതി അങ്ങനെ രാഹുലിനെ മാറ്റി നിർത്തേണ്ട. രാഹുലുമായിട്ട് നല്ല ബന്ധം ഉണ്ടാവണം, രാഹുലിനെ പിന്തുണക്കണം, രാഹുലിന്റെ പ്രവർത്തനങ്ങൾ ശക്തി പകരണം, രാഹുലിന് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കണം എന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോ ശ്രീകണ്ഠനെ തേടി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്.